ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ അഗെയിൻ ഞാൻ ഒരു വോട്ടൈറ്റിനേടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മോർണിംഗ് ഞാൻ ഒരു കോഫി കുടിച്ചു. ദെൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ട്, പഴം, പഞ്ചസാരയാണ് കഴിച്ചത്. ദെൻ ഉച്ചയ്ക്ക് ആയപ്പോൾ എനിക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സോ ലഞ്ച് ടൈം ആയിട്ട് ലഞ്ച് പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചു. സോ ലഞ്ചിനായിട്ട് ഞാൻ ഒരു മീൽസാണ് ഓർഡർ ചെയ്തത്. അതിനൊപ്പം സ്പെഷ്യലായിട്ട് നണ്ട് റോസ്റ്റ്, കാളാഞ്ചിക്കറി, ദെൻ ചാള ഫ്രൈ ഓർഡർ ചെയ്തു. അത് കൂടാതെ അവിടെ കുറച്ച് കൂട്ടുകറികളും ഉണ്ടായിരുന്നു. പരിപ്പ് കറി, കായ മെഴുക്കുവരട്ടി, ദെൻ സാമ്പാർ, പിന്നെ അവരുടെ സ്പെഷ്യൽ മീൻ കറി, ചെത്തുമാങ്ങ അച്ചാർ, മോരുകറിയൊക്കെ. സോ അതൊക്കെ കൂട്ടി കഴിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. റേറ്റ് ഓൾസോ അഫോർഡബിൾ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പം ഒരു ഗമ്മീസ് കഴിച്ചു, ഹെയർ ഗമ്മീസ്. ഞാൻ ബോഡി വൈസിൻ്റെ ഹെയർ ഗമ്മീസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് കുറച്ച് നാളായിട്ട് എനിക്ക് അത്യാവശ്യം ഹെയർ ലോസ് ഉണ്ട്. സോ ഹെയർ ഗമ്മീസ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് അത്യാവശ്യം റിസൾട്ടുള്ള ഹെയർ ഗമ്മീസാണ്. സോ അതൊരെണ്ണം കഴിച്ചു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് ഞാൻ ഉപ്പിലിട്ട മാങ്ങ കഴിച്ചു. ഇപ്പോൾ ഇവിടെ മാങ്ങ സീസൺ ആയതുകൊണ്ട് കുറച്ച് മാങ്ങ ഉപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. സോ ഒരു പീസ് ഉപ്പിലിട്ട മാങ്ങ കഴിച്ചു. ദെൻ നൈറ്റ് ഡിന്നർ ഞാൻ കുറച്ച് നേരത്തെ ആക്കി. ബിക്കോസ് ഈവനിങ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. സോ ഡിന്നറിനായിട്ട് ഞാൻ ചോറ്, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, ദെൻ മാന്തലിൻ്റെ ഉണക്കമീൻ ഫ്രൈ ഉണ്ടായിരുന്നു അത്, പിന്നെ മാങ്ങാച്ചാറ്, മാങ്ങാച്ചമ്മന്തിയാണ് കഴിച്ചത്. അത് കഴിച്ച് ഒരു 10-10:30 ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഒരു ബിരിയാണി കിട്ടി ആക്ച്വലി. സോ ചിക്കൻ ബിരിയാണി ആയിരുന്നു. ചിക്കൻ ഇച്ചിരി ഡ്രൈ ആയിരുന്നു, ബട്ട് സ്റ്റിൽ ടേസ്റ്റി ആയിരുന്നു. ബിരിയാണി വന്നിട്ട് ഇച്ചിരി സ്പൈസി ബിരിയാണി ആയിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം ഡേറ്റ്സ് പിക്കിൾ, നോർമൽ പിക്കിൾ, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയ മാങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു. സോ അതെല്ലാം കൂടെ കൂട്ടി ഞാൻ കഴിച്ചു. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തേക്കുള്ള വാട്ട് ഐറ്റിൻ്റെ ഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.